ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ ധാർമ്മികത ഉപദേശിക്കുന്ന മറ്റു പാർട്ടികൾ കൂടി മാതൃകയാക്കണമെന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ആ ആരോപണത്തിന് വിധേയരായവരെ സംരക്ഷിക്കുകയും ആരോപണ വിധേയരായവർക്ക് കേസ് കടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിക്കുകയും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്പുറത്ത് നിൽക്കുകയാണ്. CPM-നെ പോലെ BJP-യെ പോലെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ധാർമ്മിക മൂല്യത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ധാർമ്മികത ഉപദേശിക്കരുത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ അത് ചെയ്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. BJP-ക്ക് ഇതൊക്കെ പറയാൻ എന്ത് അർഹതയാണ്? ബ്രിജ്ഭൂഷൺ യാദവിനെ എത്ര കാലം ഇവർ ചുമന്നു? ഇപ്പൊ മകനെ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ. ബ്രിജ്ഭൂഷൺ ആരൊക്കെതിരെയാണ് ലൈംഗിക അതിക്രമം നടത്തിയത്? ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ള ബ്രിജ്ഭൂഷൺ യാദവിനെ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ സംരക്ഷകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി ആ BJP-ക്ക് എന്തർഹതയാ പറയാനുള്ളത്? BJP-യുടെ പാർലമെന്ററി ബോർഡിലാണ് യെദ്യൂരപ്പ ഇരിക്കുന്നത്. പോക്സോ കേസിലെ പ്രതിയാണ്. ആ BJP-ക്ക് ഇത് സംബന്ധിച്ച് പറയാൻ എന്തർഹതയുള്ളത്? ഈ അടുത്ത ദിവസമാണ് യുവമോർച്ചയിൽ പുതിയൊരു ഭാരവാഹി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സമാനമായ ഒരു കേസിൽ മറ്റൊരു യുവജന സംഘടന പുറത്താക്കപ്പെട്ട വ്യക്തിക്കാണ് ഇപ്പോ യുവമോർച്ചയിൽ ഭാരവാഹിത്വം കൊടുത്തത്. ഞാൻ അതുകൊണ്ട് BJP-ക്കൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാൻ ഒരു അർഹതയുമില്ല. ഇവിടെ കോൺഗ്രസ് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കി ഞങ്ങളൊരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാനദണ്ഡം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാനദണ്ഡം ഇനിയെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഭയന്നുകൊണ്ട് നടക്കുന്നതാരാ? കേരളത്തിലെ ഇടതുപക്ഷവും BJP-യാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരാണ്. അത് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പും വ്യക്തമായിട്ടുള്ളത് ജനങ്ങളുടെ മനസ്സ് പിണറായി വിജയൻ സർക്കാരിനെതിരാണ്. ആ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുകളെ ഭയന്നുകൊണ്ട് മാറുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വം ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് മാതൃകാപരമാണ്. കേരളത്തിലെ ജനങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 9 മാസമായാലും പറയുന്നു തേങ്ങ ഉടക്കി സ്വാമി എന്നേ പറയാനുള്ളൂ. മനസ്സിലായല്ലോ? അത് കുറെ കാലമല്ലോ പറയുന്നത്. കൃഷ്ണകുമാറിനെ നിങ്ങൾ പറയില്ലേ, അതിന് മുകളിലുള്ള കുറെ ആളുകളുടെ കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായി? കൃഷ്ണകുമാർ മാത്രമൊന്നുമല്ല. കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ വരുമല്ലോ, പുറകെ വരുമല്ലോ. വെയിറ്റ് അതൊക്കെ വന്നോളും. നമ്മളായിട്ട് പറയേണ്ടതൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹവും സഹപ്രവർത്തകനും വലിയ പരിഭ്രാന്തിയിലാണെന്ന് എനിക്കറിയാം. ഇന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒരു FIR പോലും വരുന്നതിന് മുമ്പ് നടപടി സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള കമ്മിറ്റ്മെന്റ് കോൺഗ്രസ് പാലിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സ്ത്രീ സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നിലപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സമാനമോ ഇതിലും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം പരിശോധിക്കട്ടെ. അദ്ദേഹത്തിന്റെ തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ ഒന്നും ആരും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലെങ്കിൽ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും അതിലൊക്കെ CPM സ്വീകരിച്ച നിലപാടെന്താണ്? ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ്? കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ പാരാമീറ്റർ ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹം അഭിനന്ദിക്കും. കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.